എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്നും കാണിക്കുന്നതിനുള്ള ഒരു സ്റ്റിൽ മോഡലാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു മണ്ണൊലിപ്പാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ സോയിൽ പൈപ്പിംഗ് മൂലം മണ്ണിനടിയിൽ തുരങ്കങ്ങൾ രൂപപ്പെടുകയും അത് വലുതായി അതിൽ കൂടി മണ്ണും വെള്ളവും ചെളിയും ഒഴുകുകയും ചെയ്യും. ഇത് നമ്മൾ അറിയില്ല. ഈ ദുരന്തത്തെ പറ്റി യാതൊരു സൂചനയും നമുക്ക് ലഭിക്കില്ല. തന്നെ ഇതിനെ ഭൗമശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് മണ്ണിലെ ക്യാൻസർ എന്നാണ്. പഴയകാലത്ത് നമ്മുടെ മലകളിൽ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളും വേരുകളും ഉണ്ടായിരുന്നു. മഴവെള്ളം ഒഴുകി പോകാൻ അരുവികൾ ഉണ്ടായിരുന്നു. വെള്ളത്തെ പിടിച്ച് നിർത്താൻ പാടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ മലയുടെ അവസ്ഥ കണ്ടോ? മരങ്ങൾ എല്ലാം വെട്ടി നശിപ്പിച്ചു. തടാകങ്ങളെല്ലാം നികുത്തി. വയലുകൾ മണ്ണിട്ടു മൂടി. അരുവികൾ നികത്തി. മലയുടെ താഴ്വര ഇടിച്ച് അവിടെ വികസനത്തിനു വേണ്ടി റിസോർട്ടുകളും ഫ്ലാറ്റുകളും കൊണ്ടുവച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മഴവെള്ളത്തിന് ഒഴുകി പോകാൻ സ്ഥലമില്ലാതെയായി. അപ്പോൾ മഴവെള്ളം ഇതുപോലെ മണ്ണുമലകൾക്കിടയിൽ താണുപോയി. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇതാണ് സോയിൽ പൈപ്പിംഗ്. ഇതിലൂടെ വെള്ളം, മണ്ണ്, ചെളി ഒഴുകാൻ തുടങ്ങും. കാലക്രമേണ ഇത് വലിയൊരു ദുരന്തമായി മാറും. ഇതിലൂടെ മണ്ണ്, ചെളി, വെള്ളം ശക്തിയോടെ ഒഴുകി വരും. അപ്പോൾ നമ്മുടെ മേൽമണ്ണിന് കട്ടി കുറയുകയും കട്ടി കുറഞ്ഞ മേൽമണ്ണിലേക്ക് ശക്തിയായി മഴ പെയ്താൽ മല ഇടിഞ്ഞു വരും. ഈ സോയിൽ പൈപ്പിംഗ് മൂലമുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡിംഗ് 1 സെന്റിമീറ്റർ പോലും പോവാറുണ്ട്. വീടും മരവും സ്ഥലവും എല്ലാം കൊണ്ടുപോകും. പിന്നീട് ഈ പ്രദേശം നമുക്ക് ഉപയോഗിക്കാൻ തന്നെ പറ്റില്ല. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മണ്ണിന്റെ അടിയിലുള്ള മൃദുവായ മൺതരികളെ ഒഴുകിക്കൊണ്ടു പോകുകയും കാലക്രമേണ ഭൂമിക്കടിയിൽ ടണലുകൾ അഥവാ ചാലുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസമാണിത്. ഈ ടണലുകൾ ഒരു പൈപ്പ് പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് ഇങ്ങനെ പൈപ്പിംഗ് എന്ന് വിളിക്കുന്നത്. പ്രധാന കാരണങ്ങളും ഫലങ്ങളും: വലിയ മരങ്ങൾ മുറിക്കുമ്പോൾ അവയുടെ വേരുകൾ ദ്രവിക്കുമ്പോൾ അവിടെയുണ്ടാകുന്ന കുഴികളിലൂടെ വെള്ളം അതിവേഗം താഴേക്ക് ഇറങ്ങുന്നത് ഇതിന് കാരണമാകാറുണ്ട്. ചിലതരം മണ്ണുകൾ രാസമാറ്റം സംഭവിച്ച് ദുർബലമാകുമ്പോൾ പൈപ്പിംഗ് എളുപ്പമാകും. ഈ ടണലുകൾ വലുതാവുകയും ഒടുവിൽ മുകൾ ഭാഗത്തെ മണ്ണ് താങ്ങാനാകാതെ ഇടിഞ്ഞു താഴുകയോ വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുകയോ ചെയ്യും. റോഡുകൾ, വീടുകൾ, അണക്കെട്ടുകൾ എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന പ്രതിഭാസമാണിത്. ചില ഭൗമശാസ്ത്രജ്ഞർ ഇതിനെ മണ്ണിന്റെ ക്യാൻസർ എന്നും വിളിക്കാറുണ്ട്.